brothers in Christ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, also dear sisters who are listening, ഒരുപക്ഷെ ഈ ശബ്ദപരിധിയിലിരുന്ന് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ അവരെയും ഞാൻ ഉൾക്കൊള്ളിക്കട്ടെ. you will receive power when the Holy Spirit has come upon you, and you will be my witnesses in Jerusalem, in all Judea and Samaria, and to the ends of the world. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ഭൂമിയുടെ സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. You are gathered around this theme. You will be my witnesses. നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്നുള്ള ഈ ചിന്താവിഷയത്തിന് ചുറ്റുമായിട്ടാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ധ്യാനത്തിനായി ഒന്നുചേരുന്നത്. It is indeed an extremely important word of Jesus. ഇത് തീർച്ചയായും യേശു കർത്താവിന്റെ അതിപ്രധാനമായ വചസ്സുകളിലൊന്നാണ്, വാക്കുകളിലൊന്നാണ്. It is also a promise to us. ഇത് വാസ്തവത്തിൽ നമുക്കുള്ള ഒരു വാഗ്ദാനം കൂടിയാണ്. Because we live out of God's promises. നാം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ അടിസ്ഥാനപ്പെട്ട് ആ കാത്തിരിപ്പിലാണല്ലോ ജീവിക്കുന്നത്. In this first message of mine, after the greeting words this morning, I will add to the reflection you are doing my own reflection around this word of Jesus. എന്റെ രാവിലത്തെ ആശംസാ പ്രസംഗം കൂടാതെയുള്ള ആദ്യത്തെ പ്രസംഗമാണിത്. ഇതിനകത്ത് നിങ്ങൾ ഇതുവരെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഈ വിഷയത്തോട് അനുബന്ധമായി എന്റേതായിട്ടുള്ള ചില ഉൾക്കാഴ്ചകളും കൂടെ കൂട്ടിച്ചേർക്കുന്നതിന് താല്പര്യപ്പെടുന്നു. And I will do so in the context of the wider passage of the book of Acts, chapter 1, verses 6 to 11. എന്റെ ഈ ചിന്തകൾ ആധാരപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. So I read that text. So when they had come together, they asked him, Lord, is this the time when you will restore the kingdom to Israel? He replied, it is not for you to know the times or periods that the Father has set by his own authority. But you will receive power when the Holy Spirit has come upon you. And you will be my witnesses in Jerusalem, in all Judea and Samaria, and to the ends of the earth. When he had said this, as they were watching, he was lifted up, and a cloud took him out of their sight. While he was going, and they were gazing up towards heaven, suddenly 2 men in white robes stood by them. They said, Men of Galilee, why do you stand looking up towards heaven? This Jesus, who has been taken up from you into heaven, will come in the same way as you saw him go into heaven. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. So this passage, which is a report on the ascension of Jesus, is going to lead us and hopefully inspire us towards mission. കർത്താവിന്റെ
സ്വർഗാരോഹണത്തെ പരാമർശിക്കുന്ന ഈ വേദഭാഗം ഒരുപക്ഷെ നമ്മുടെ ദൗത്യപരമായിട്ടുള്ള ചിന്തകൾക്ക് പ്രചോദനം പകരുന്നതായി തീരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. Because Jesus did not ascend into heaven without giving us a missionary task. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവ് ദൗത്യത്തിന്റെ ഒരു ആലോചന, ഒരു സന്ദേശം, കൽപ്പന നമുക്ക് തന്നിട്ടാണ് പോകുന്നത്. And how will it be carried out? ഈ ദൗത്യം നാം എപ്രകാരം നിർവഹിക്കും? You will be my witnesses. That's what Jesus says. നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്നുള്ളതാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. These words of Jesus have, of course, a decisive significance in itself. കർത്താവിന്റെ ഈ വചനങ്ങൾക്ക് അതിൽ തന്നെ ആവശ്യത്തിനുള്ള അർത്ഥമുണ്ട്, അർത്ഥവ്യാപ്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. Because if we listen that we are going to be his witnesses, we may ask ourselves, how do we do it? നിങ്ങൾ എന്റെ സാക്ഷികളാകും, അല്ലെങ്കിൽ നാം സാക്ഷികളാണ് എന്ന് ചിന്തിക്കുമ്പോൾ എപ്രകാരമാണ് ഇത് നിർവഹിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം, ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത് സ്വാഭാവികം. Where does the strength come from in our witness? ഈ സാക്ഷ്യത്തിനായിട്ടുള്ള ശക്തി നമുക്ക് എവിടെ നിന്ന് ലഭിക്കും എന്ന് നാം ചിന്തിക്കും. So this wider text which we heard does give answers to these questions. നമ്മുടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം നാം വായിച്ചു കേട്ട ഈ വേദഭാഗത്ത് നിന്ന് ഉത്തരം കണ്ടെത്താവുന്നതാണ്. But also calls our attention to the temptations which surround our attempts of doing mission, of being witnesses. എന്നാൽ ദൗത്യം നിർവഹണത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന, മാറ്റിക്കളയുന്ന പ്രലോഭനങ്ങളെ കുറിച്ചും ഈ വേദഭാഗം ചിന്തിക്കുന്നതിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. Therefore, it is good to take a look into a series of misunderstandings of Jesus' disciples. കർത്താവിന്റെ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന പല അബദ്ധധാരണകളെയും തെറ്റിദ്ധാരണകളെയും കുറിച്ച് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഒന്ന് ആഴത്തിൽ നോക്കുന്നത് ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. Because the word of Jesus here is surrounded by misunderstandings by the disciples. കാരണം യേശു കർത്താവിന്റെ ഈ വാക്കുകൾ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വചനങ്ങൾക്ക് ചുറ്റുമായി ശിഷ്യന്മാരുടെ നിരവധിയായിട്ടുള്ള സംശയങ്ങൾ, ചിന്താക്കുഴപ്പങ്ങൾ വലയം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. Of course, we all live because of the witness of the first disciples. തീർച്ചയായും ആദിമ ശിഷ്യന്മാരുടെ സാക്ഷ്യം കൊണ്ടാണ് നാം ഇന്ന് വിശ്വാസികളായിരിക്കുന്നത്. Our faith comes from the word which was transmitted since then. അവരിലൂടെ നമ്മളിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെട്ട ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസം കുടികൊള്ളുന്നത്. So of course we are very grateful to the first disciples. തീർച്ചയായിട്ടും ഈ ആദിമ ശിഷ്യന്മാരോട് ഈ കാരണത്താൽ നമുക്ക് ഏറെ കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. But it is not so that the first disciples of Jesus were all perfect human beings. എന്നാൽ അതിന്റെ അർത്ഥം യേശുവിന്റെ ആദ്യ ശിഷ്യന്മാരെല്ലാം പരിപൂർണരായ മനുഷ്യരായിരുന്നു എന്നല്ല. They were human beings like you and me. അവരും എന്നെ പോലെ നിങ്ങളെ പോലെ മനുഷ്യരായിരുന്നു, മനുഷ്യ സ്വഭാവമുള്ളവരായിരുന്നു. And we know our shortcomings and we know our imperfections. നമ്മുടെ കുറവുകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും നമുക്കൊക്കെ ബോധ്യമുള്ളതാണല്ലോ. And we know we commit sins. നാം പാപം ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. Only Jesus was without sin. പാപം ഒഴികെ ഭൂമിയിൽ ജീവിച്ചത് യേശു കർത്താവ് മാത്രം. So the disciples are like you and me. അതുകൊണ്ട് ശിഷ്യന്മാരെ എന്നെ പോലെ നിങ്ങളെ പോലെ മാനുഷികമായ ബലഹീനതകളുള്ളവർ. And there comes one first misunderstanding. അവരുടെ ആദ്യത്തെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, Lord, are you at this time going to restore the kingdom to Israel? Verse 6. ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, കർത്താവേ, ഈ കാലത്തിലോ നീ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം. We perceive that the disciples had a particular understanding about the mission of Jesus. കർത്താവിന്റെ ദൗത്യത്തെ സംബന്ധിച്ച് ശിഷ്യന്മാർക്ക് അവരുടേതായിട്ടുള്ള വീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. They expected the restoration of the kingdom of Israel. അവരുടെ കാഴ്ചപ്പാടിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേലിൻ എന്ന രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കും എന്നുള്ള ഒരു പ്രത്യാശയായിരുന്നു.
Israel was at that time an occupied region, country. അക്കാലത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് റോമാക്കാരാൽ കീഴ്പ്പെടുത്തപ്പെട്ട ഒരു പ്രദേശമായി. Occupied by the Romans. റോമക്കാര് ഭരിച്ചുകൊണ്ടിരുന്ന പ്രദേശം. So there was a longing for freedom, for independence, for the restoration of the kingdom. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, വിമോചനത്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഉത്കടമായ ആഗ്രഹം അവിടെ പാർത്തിരുന്ന ജനങ്ങൾക്കുണ്ടായിരുന്നു. So the expectation of the disciples was that Jesus would provide this liberation. അതുകൊണ്ട് ആ പ്രദേശത്തിലെ ജനങ്ങളുടെ ഭാഗമായിരുന്ന ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവിലൂടെ ഈ വിടുതൽ, വിമോചനം ഉണ്ടാകും എന്നവർ ആശിച്ചു. And of course they got very frustrated when Jesus died on the cross, executed by the Romans. എന്നാൽ കർത്താവ് കുരിശിൽ റോമക്കാരാൽ മരണത്തിന് വിധിക്കപ്പെട്ടപ്പോൾ അവർ വളരെയധികം നിരാശരായി തീർന്നു. At the end of the Gospel of Luke, two disciples are walking to Emmaus. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്ന ഒരു ചരിത്രം, രണ്ട് ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോകുന്നതാണ്. And the risen Jesus comes to them and accompanies them. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് അവരോടൊപ്പം ചേർന്ന് നടക്കുന്ന കാഴ്ച നാം അവിടെ കാണുന്നു. And engages in a dialogue with them. അവര് ഏർപ്പെട്ടിരുന്ന സംഭാഷണങ്ങളിൽ കർത്താവും ഏർപ്പെട്ട് സംഭാഷിക്കുന്നതായി നാം കാണുന്നു. And nevertheless they did not recognize the one man walking alongside them as being the risen Jesus. എന്നാൽ തങ്ങളോടൊപ്പം നടന്ന് സംസാരിക്കുന്നയാൾ യേശുവാണെന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. So they tried to communicate to Jesus himself without knowing that it was Jesus, what had happened to him. യേശുവിന് എന്താണ് യെരുശലേമിൽ സംഭവിച്ചതെന്നുള്ള കാര്യം തങ്ങൾ പറയുന്നത് യേശുവിനോടാണെന്നുള്ള തിരിച്ചറിവില്ലാതെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. And they expressed their frustration in the following words. അവരുടെ വലിയ നിരാശ തുടർന്നു വരുന്ന ഈ വാക്കുകളിൽ അവർ പ്രകടിപ്പിച്ചു. We had hoped that he was the one to redeem Israel. ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവൻ അവനായിരുന്നു എന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു എന്ന് അവർ പറഞ്ഞു. That is at the end of the Gospel of Luke, chapter 24. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലാണ് ഈ സംഭവം നാം കാണുന്നത്. Luke also writes the book of the Acts of the Apostles. അപ്പോസ്തല പ്രവൃത്തികളുടെ രചയിതാവും ലൂക്കോസ് തന്നെയാണ്. So it is a continuation of the Gospel of Luke. ലൂക്കോസിന്റെ സുവിശേഷം അവസാനിക്കുന്നിടത്തു നിന്നുള്ള ഒരു തുടർച്ചയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നത്. So in Acts 1, when the disciples are privileged to have the presence of the risen Lord with them, they have recovered a hope. യേശു കർത്താവ്, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ അഭിമുഖം കാണുന്നതിനും അല്പനേരം കൂടെ ഇരിക്കുന്നതിനും അവർക്ക് അവസരം ലഭിച്ചപ്പോൾ അവരുടെ മൃതമായിട്ടുള്ള ആഗ്രഹങ്ങളെ, പ്രത്യാശകളെ അവർ വീണ്ടെടുക്കുകയാണ്. A false hope, of course, but they say, Lord, are you at this time going to restore the kingdom of Israel? അവര് കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ, ഈ കാലത്തിലോ നീ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന്. So after the frustration about the death of Jesus, but when he resurrected, there was a restoration of the hope they had. യേശുവിന്റെ മരണത്തോടുകൂടി ഒരു രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിലും കർത്താവ് ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവനോടൊപ്പം അവരുടെ ഈ നഷ്ട രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നവും ഉയർത്തെഴുന്നേൽക്കുകയാണ്. And they express it to Jesus, well, it was not then during your life journey that it happened as we expected, but will it be now? കർത്താവെ, നീ ജീവിച്ചിരിക്കുമ്പോൾ അത് അങ്ങനെ സംഭവിക്കും എന്ന് ഞങ്ങൾ പ്രത്യാശിച്ചിരുന്നു, അത് നടന്നില്ല, എന്നാൽ ഇപ്പോഴെങ്കിലും ഇത് നടക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നതിന്റെ അർത്ഥം. But it was, of course, a false expectation. എന്നാൽ അത് അസ്ഥാനത്തുള്ള ഒരു പ്രതീക്ഷയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. That was not the real hope which Jesus brings and to which they could be called. അവരെ വിളിക്കുമ്പോൾ അവർക്ക് കർത്താവ് കൊടുക്കുവാൻ ആഗ്രഹിച്ചിരുന്ന യഥാർത്ഥമായ പ്രത്യാശ ഇതായിരുന്നില്ല. They had a political expectation. അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. A military expectation. സൈന്യ ശക്തിയുടെ ഒരു പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്.
and an expectation of power in the sense the world takes it. ലോകം വീക്ഷിക്കുന്നത് പോലെയുള്ള ശക്തിയുടെ അധികാരത്തിന്റെ ഒരു സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു അവർ വെച്ചു പുലർത്തിയത്. Okay, to summarize, according to their expectation, Jesus would seize power in this sense, destroy the enemies, and restore the kingdom of Israel. അവരുടെ പ്രതീക്ഷയനുസരിച്ച് കർത്താവ് ലോകത്തിന്റെ ഈ അധികാരം കൈയാളുകയും അവരുടെ ശത്രുക്കളെയെല്ലാം കീഴടക്കുകയും ഇസ്രായേലിന് വേണ്ടി രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുകയും ചെയ്യുമെന്നാണ് അവർ പ്രത്യാശിച്ചത്. Of course, they were ready to occupy a ministry in the new government or to join Jesus' troops. അങ്ങനെ കർത്താവ് ഒരു ഭരണകൂടം സൃഷ്ടിക്കുമ്പോൾ അതിൽ പങ്കാളികളായി ഭരണത്തിന് നേതൃത്വം നൽകുവാനൊക്കെ അവര് തീർച്ചയായും തയ്യാറായിരുന്നു. So they were courageous. They were courageous, but they were wrong. എന്നാൽ അതിനുള്ള ധൈര്യം അവർക്ക് ഉണ്ടായിരുന്നു. So Jesus will have to let them know that his power is of a different kind. എന്നാൽ കർത്താവ് അവർക്ക് വെളിവാക്കി കൊടുക്കുന്ന ഒരു യാഥാർത്ഥ്യം അവര് പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അധികാരം ശക്തിയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നതെന്നാണ്. And will let the disciples know that they also will have power. ശിഷ്യന്മാർക്കും കർത്താവ് അധികാരം നൽകുന്നുണ്ട്, ശക്തി നൽകുന്നുണ്ട്. But again, of a radically different kind of the one they were expecting. എന്നാൽ അവര് പ്രതീക്ഷിച്ചതിൽ നിന്നും തുലവും വ്യത്യസ്തമായ അടിസ്ഥാനപരമായി വ്യത്യസ്തമായിരുന്ന ഒരു ശക്തിയെക്കുറിച്ചാണ് കർത്താവ് സംസാരിക്കുന്നത്. You will be my witnesses. കർത്താവ് അവരോട് പറയുന്നത് നിങ്ങൾ എന്റെ സാക്ഷികളാകും. Not my ministers in a new government. എന്റെ പുതിയ ഭരണകൂടത്തിൽ മന്ത്രിമാരാകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. Not soldiers in my troops. എന്റെ സൈന്യത്തിൽ പോരാളികളാകുന്നതിന് പടയാളികളാകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. You will be my witnesses. പിന്നെയോ നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന് അത്രേ ഞാൻ പറയുന്നത്. It may sound less, but it is much more. ഇത് വളരെ ചെറിയ ഒരു കാര്യമായി തോന്നാം, എന്നാൽ വാസ്തവത്തിൽ ഇത് അവർ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ വളരെ വളരെ മടങ്ങായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. Therefore we understand you are my witnesses as a promise. നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്നുള്ളത് ഇക്കാരണത്താൽ ഒരു വാഗ്ദാനമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. Then a second misunderstanding. ശിഷ്യന്മാരുടെ രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, at the end, having Jesus ascended to heaven, two angels warned the disciples. കർത്താവ് സ്വർഗത്തിലേക്ക് ഉത്ഥാനം ചെയ്ത് പോയി കഴിയുമ്പോൾ രണ്ട് ദൂതന്മാർ വന്ന് ശിഷ്യന്മാർക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്നത് നാം കാണുന്നു. Men of Galilee, why do you stand here looking towards heaven? അവരോട് ചോദിക്കുന്നത്, യഹൂദ പുരുഷന്മാരെ, നിങ്ങൾ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിന് എന്ന് ചോദിക്കുന്നു. Above them there was the sky and they were looking upwards. അവരുടെ മുകളിൽ ആകാശം, അവര് ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്ന കാഴ്ച. And this is a common temptation for the disciples of Christ. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് എക്കാലവുമുള്ള ഒരു പരീക്ഷ ഇത് തന്നെയാണ്. Jesus had told them, you will be my witnesses. യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്നാണ്. But instead of looking around where it would be best to deliver their witness, they remained looking towards heaven. എന്നാൽ ഈ സാക്ഷ്യം നിർവഹിക്കുന്നതിന് എന്റെ ചുറ്റുപാടുകൾ എപ്രകാരം ഇരിക്കുന്നു, എവിടെയാണ് എനിക്ക് ഇത് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നത് എന്ന് അന്വേഷിക്കേണ്ടതിന് പകരം അവർ ആകാശത്തിലേക്ക് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. They were looking to heaven expecting something spectacular to happen. എന്തെങ്കിലും ദൃശ്യമായിട്ടുള്ള പ്രത്യേകതകൾ ആകാശത്തുണ്ടാകുമോ എന്ന് നോക്കിക്കൊണ്ട്, പ്രത്യക്ഷമായ അടയാളങ്ങൾ വല്ലതും ഉണ്ടാകുമോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. And they had actually not understood that the task of being witness was starting right there at that moment. എന്നാൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഒരു കാര്യം, അവരുടെ സാക്ഷ്യ നിർവഹണം അവിടെ അപ്പോൾ ആരംഭിക്കുന്നു എന്നുള്ളതായിരുന്നു. There is the temptation of trying to escape from a given reality. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ദൗത്യം നിർവഹിക്കുവാൻ ശ്രമിക്കുന്നത് മിക്കപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രലോഭനം തന്നെയാണ്. There is a temptation of understanding mission as something purely celestial. പലപ്പോഴും ദൗത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളിൽ തികച്ചും സ്വർഗീയമായിട്ടുള്ള ഒന്നാണ് ദൗത്യം എന്നുള്ളൊരു ചിന്ത കടന്നു വരാറുണ്ട്. But the angels say Jesus ascended to heaven. That is true. എന്നാൽ
ദൂതന്മാര് ശിഷ്യരോട് പറയുന്നത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി, അത് സത്യം തന്നെ. And he will come back, and that's also true. കർത്താവ് പോയതുപോലെ മടങ്ങി വരും, അതും സത്യം തന്നെയാണ്. But in the meantime, as to you, his followers, your place is down here on earth. എന്നാൽ കർത്താവ് മടങ്ങി വരുന്നതിന്റെ ഉള്ളിലുള്ള ഈ കാലയളവിൽ ശിഷ്യന്മാരെ, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളെ ആക്കിയിരിക്കുന്ന ഈ ഭൂമിയിലാണ്. Look around you. നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കുക. Look at the people that are longing for meaning to their lives. ജീവിതത്തിന് അർത്ഥം അന്വേഷിക്കുന്ന മനുഷ്യരെ നോക്കിക്കാണുക. Look at those who are suffering. കഷ്ടപ്പെടുന്ന മനുഷ്യരെ കണ്ടെത്തുക. Look at those who are in need. ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ നിങ്ങൾ കണ്ടെത്തുക. Look at those who have no faith. വിശ്വാസമില്ലാത്തവരിലേക്ക് നിങ്ങൾ നോക്കുക. Your place is the world. നിങ്ങളുടെ പ്രവർത്തന ഇടമെന്ന് പറയുന്നത് ഈ വിധത്തിലുള്ള ലോകമാണ്. Don't keep staring at the sky. വെറുതെ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കരുത്, അതിന്റെ ആവശ്യമില്ല. So that was a temptation not only for the disciples, it is throughout the history of Christianity a temptation until today. ഇത് ആദിമ ശിഷ്യന്മാർക്ക് മാത്രമുണ്ടായിരുന്ന ഒരു പ്രലോഭനമാണെന്ന് പറയുക സാധ്യമല്ല. ചരിത്രത്തിലുടനീളം വിശ്വാസികൾക്ക്, സഭയ്ക്ക് എന്നും ഉണ്ടായിരുന്ന പ്രലോഭനങ്ങളാണ്. To place our hope in political powers. നമ്മുടെ പ്രത്യാശ രാഷ്ട്രീയമായ പ്രത്യാശയാക്കി മാറ്റുക. To trust in wealth, the economy. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വിഭവശേഷിയിൽ ആശ്രയം വെക്കുക, പ്രത്യാശിക്കുക. To trust in the power of guns. ആയുധബലത്തിൽ നമ്മുടെ വിശ്വാസം ആശ്രയം വെക്കുക. Wanting by our own means and these events of power to establish God's kingdom on earth. നമ്മുടെ ഈ വിധത്തിലുള്ള ശക്തി ശേഷികൾ ഉപയോഗിച്ച് ദൈവരാജ്യം സാധ്യമാക്കി തീർക്കുവാനുള്ള ഒരു പ്രലോഭനം നമുക്ക് എന്നും ഉണ്ടാവും. Not perceiving that God's kingdom is an alternative to that type of power. എന്നാൽ ഈ വിധമുള്ള ശക്തികൾക്ക് വ്യത്യസ്തമായി ഉള്ള ഒരു അധികാര സംവിധാനമാണ് ദൈവരാജ്യം എന്ന് നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. The alternative of a relationship of love towards God and love to one and another. നമുക്കുള്ള സാധ്യത എന്ന് പറയുന്നത് ദൈവത്തെയും പരസ്പരവും സ്നേഹിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുക എന്നുള്ളതാണ്. This on one side, and the other side also the temptation of neglecting the reality in the world, forgetting about it. നമ്മുടെ പ്രലോഭനങ്ങളുടെ ഒരു വശം ഇങ്ങനെയുള്ളതാണെങ്കിൽ അതിന്റെ മറുഭാഗം എന്ന് പറയുന്നത് ഇവിടെ ലഭ്യമായിരിക്കുന്ന, നാം കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവവേദ്യമാകുന്ന യാഥാർത്ഥ്യങ്ങളെ തിരസ്കരിക്കുക എന്നുള്ളതാണ്. Denying the world or even creation, which is God's good creation. ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഈ ലോകത്തെ നാം നിഷേധിക്കുന്നു. Perhaps trying to find a meaning in our lives within ourselves without looking around us. പലപ്പോഴും ജീവിതത്തിന്റെ അർത്ഥവും യാഥാർത്ഥ്യവും നമ്മുടെ ഉള്ളിൽ കണ്ടെത്തുവാൻ പരിശ്രമിക്കുകയും നമ്മുടെ ചുറ്റുപാടുകളെ പാടെ വിസ്മരിക്കുകയും ചെയ്യുന്നു. In that context, Jesus said, "You will be my witnesses." ഈ ഒരു പശ്ചാത്തലത്തിൽ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. Unfortunately, the history of the church is marked by several examples of how Jesus' followers fell into these temptations. നിർഭാഗ്യവശാൽ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, ക്രിസ്തു ശിഷ്യർ, സഭ നിരവധി തവണ ഈ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്നതാണ്. As you know, I come from Brazil. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ ബ്രസീലിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. The arrival of Christianity in the Americas happened as a consequence of the conquest of that continent. എന്റെ രാജ്യമായ ബ്രസീലിൽ ക്രിസ്തീയ വിശ്വാസം വന്നെത്തുന്നത് പാശ്ചാത്യരെ അമേരിക്കയെ കീഴ്പ്പെടുത്തുന്നതിന്റെ അനന്തരഫലമായിട്ടാണ്. Conquest by Portugal and Spain. സ്പെയിനും പോർച്ചുഗീസ് സ്പെയിൻ ആളുകളുടെ കീഴ്പ്പെടുത്തലിനോട് അനുബന്ധമായിട്ടാണ് ഇത് വരുന്നത്. Which were Christian countries. ഇത് രണ്ടും ക്രിസ്തീയ രാജ്യങ്ങളായിരുന്നു. And we know that in the case of the Americas, the conquest caused the death of millions of indigenous people. ഈ രാജ്യങ്ങളുടെ പടയോട്ടങ്ങളിൽ ആ പ്രദേശത്തുണ്ടായിരുന്ന, അമേരിക്കയിലുണ്ടായിരുന്ന ലക്ഷോപലക്ഷം തദ്ദേശവാസികളുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. Most of them by diseases brought by
the Europeans. അതിൽ അനേകരും മരിച്ചുപോയത് യൂറോപ്പിൽ നിന്ന് വന്ന ആളുകൾ കൊണ്ടുവന്ന പുതിയ രോഗങ്ങളിലൂടെയാണ്. To which the indigenous peoples did not have immunity. അത്തരം രോഗങ്ങളെ ചെറുത്തു നിൽക്കുന്നതിനുള്ള പ്രതിരോധ ശേഷി ആ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. Or in our history also, Africans were taken as slaves to the Americas. ഞങ്ങളുടെ ചരിത്രത്തിലെ മറ്റൊരു അധ്യായം എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ നിന്ന് നിരവധി ആളുകളെ അടിമകളായി ആ പ്രദേശത്ത് കൊണ്ടുവന്നതാണ്. And quite often before they were put into the ships to be brought to the Americas, they were forcefully baptized. അതിൽ അനേകരെയും പത്തേമാരിയിലിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായി അവരെ സ്നാനപ്പെടുത്തി ക്രിസ്ത്യാനികളാക്കിയിരുന്നു. And those who did it under the presumption that if they would die as many would die during the journey, they would not be heathens, but they would be Christians. അങ്ങനെ സ്നാനപ്പെടുത്തി കൊണ്ടുവരുന്നതിന് പിമ്പിൽ അവർക്കുണ്ടായിരുന്ന ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ യാത്രാമധ്യേ അവർ മരിച്ചുപോയാൽ അവര് അവിശ്വാസികളായിട്ടല്ല ക്രിസ്ത്യാനികളായി മരിക്കും എന്നുള്ള ഒരു വിശ്വാസം. A tragic and very sad story. വളരെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം കഥ. And in similar ways, but not always so radical, Western Christianity disseminated itself around the globe alongside with colonial interests. ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് പറയാവുന്ന ഒരു കാര്യം, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ക്രിസ്തീയ സഭ ചെന്നെത്തുവാനുള്ള കാരണമെന്ന് പറയുന്നത് അധിനിവേശ താല്പര്യത്തോടുകൂടെ പോയ ആളുകളുടെ ഓരം പറ്റി സഭ നിന്നതാണ്. Again, not as tragically as the examples I brought, but also a good part of your history, a history of Christianity in India, is part of that colonial expansion around the world. എന്നാൽ ഞാൻ പറഞ്ഞ തരത്തിലുള്ള ഈ അനുഭവം അമേരിക്കയിൽ മാത്രമല്ല, ഇവിടെയുള്ള ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ തന്നെ അധിനിവേശ ശക്തികളുടെ ഭാഗമായി സഭ ഉണ്ടാകുവാൻ ഇടയായിട്ടുണ്ട്. Of course, the missionaries would testify to the gospel. They were people who wanted to bring the gospel to other people in a meaningful way. എന്നാൽ സുവിശേഷം അർത്ഥവത്തായി മറ്റുള്ളവരുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച മിഷണറിമാരുണ്ട്. അവര് സുവിശേഷത്തെ ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. And by the work of God, churches emerged out of that testimony, even in the midst of such a history. ഈ വിധത്തിലുള്ള മനസ്സ് പഠിപ്പിക്കുന്ന ചരിത്ര അനുഭവങ്ങളുടെ മധ്യത്തിൽ പോലും മിഷനറിമാരുടെ സാക്ഷ്യത്തിലൂടെ അർത്ഥവത്തായ ക്രിസ്തീയ കൂട്ടായ്മകൾ സംജാതമാകുന്നതിന് ഇടയായി. But this is not the whole history you have. You have also a different history. എന്നാൽ എല്ലാ സഭകളുടെയും ലോകമെമ്പാടുമുള്ള സഭകളുടെ ചരിത്രം ഇതല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു ചരിത്രമാണുള്ളത്. The Mar Thoma Church is much older than the Western colonial enterprise. പാശ്ചാത്യ കൊളോണിയൽ സംരംഭങ്ങളെക്കാളൊക്കെ വളരെ വളരെ പുരാതനമാണ് മാർത്തോമാ സഭയുടെ പാരമ്പര്യം. The first visit I made to China was to Chennai. To India. The first visit to India was Chennai. എന്റെ ഭാരതത്തിലെ ആദ്യത്തെ സന്ദർശനം ചെന്നൈയിലായിരുന്നു. I had the opportunity to visit the tomb of Saint Thomas. അന്ന് ഞാൻ ചെന്നൈ സന്ദർശിക്കുമ്പോൾ സെന്റ് തോമസിന്റെ തോമസ് അപ്പോസ്തലന്റെ കല്ലറ കാണുവാനുള്ള ഒരു അവസരം ലഭിച്ചു. It was cause for prayer and for reflection. അത് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഉപകരിക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു. Saint Thomas did not come with weapons, arms. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ ഭാരതത്തിലേക്ക് വന്നത് ആയുധങ്ങളുമായിട്ടല്ല. He came to be a witness. അപ്പോസ്തലൻ ഇവിടെ വന്നത് ഒരു സാക്ഷിയായിട്ടാണ്. And rather than inflicting suffering, he suffered himself martyrdom. ഇവിടെ ഉണ്ടായിരുന്ന ദേശവാസികൾക്ക് പീഡനം അഴിച്ചുവിടുന്നതിന് പകരം, അവരുടെ മേൽ പീഡനം ഏൽപ്പിക്കുന്നതിന് പകരം സ്വയം പീഡനമേറ്റ് മരിക്കുന്ന ഒരാളായിട്ടാണ് അപ്പോസ്തലനെ നാം കാണുന്നത്. And so many of you have today a living faith because of his witness. വിശുദ്ധ അപ്പോസ്തലന്റെ സാക്ഷ്യത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ഇന്ന് ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്നത്.
And so in the meantime, also many churches which have emerged in Africa and Asia in colonial times have in the meantime come to affirm the uniqueness of the gospel in different cultures within the culture of the people they belong to. എന്ന് മാത്രമല്ല, ഏഷ്യയിലും ആഫ്രിക്കയിലും ഈ കാലയളവിൽ ഉടലെടുത്ത പല സഭകളും വിദേശ രാജ്യങ്ങളുടെ സംസ്കാരത്തിൽ കീഴ്പ്പെട്ടു പോകുന്നതിന് പകരമായി തദ്ദേശീയമായ സംസ്കാരങ്ങളിലും പാരമ്പര്യങ്ങളിലും അടിയുറച്ച് അവരുടെ വിശ്വാസവും ആരാധന രീതിയും കെട്ടുപണി ചെയ്യുന്നതിനും ഇടയായിട്ടുണ്ട്. അങ്ങനെയുള്ള സഭകൾ ആവിർഭാവം ചെയ്തിട്ടുണ്ട്. So you constitute Indian churches, by no means Western churches. അതുകൊണ്ട് ഭാരതത്തിലുള്ള സഭകൾ ഒരു കാരണവശാലും പാശ്ചാത്യ സഭയുടെ രീതിയല്ല, മാതൃകയല്ല, അതിന്റെ ഭാഗമാണെന്ന് പറയുവാൻ അസാധ്യമല്ല. And you struggle to affirm mission within your history and your own culture. നിങ്ങളുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ഊന്നൽ കൊടുത്തുകൊണ്ട് അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ദൗത്യം നിർവഹിക്കുവാൻ ശ്രമിച്ച ഒരു സഭയാണ് നിങ്ങളുടേതെന്ന് പറയേണ്ടതുണ്ട്. If I may add another example very close to me, the history of many churches of immigrants in many parts of the world is to a good extent somewhat similar. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഉടലെടുത്തിട്ടുള്ള കുടിയേറ്റക്കാരുടെ സഭകൾ ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. I belong to one of those, Lutheran Church, as a result of immigration of Germans to Brazil in the 19th century. ഈ തരത്തിൽ കുടിയേറ്റക്കാരാൽ സ്ഥാപിക്കപ്പെട്ട സഭകളിൽ ഒന്നാണ് എന്റെ സഭ. 20ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ നിന്ന് ബ്രസീലിലേക്ക് കുടിയേറിയവരുടെ ഭാഗമായിട്ടാണ് അവിടെ ഒരു ലൂഥറൻ സഭ ഉണ്ടാകാനിടയായത്. They constituted a Lutheran church which of course wants to witness to Christ as Savior and Lord. അവര് സ്ഥാപിച്ച ലൂഥറൻ സഭ തീർച്ചയായും യേശു കർത്താവിനെ രക്ഷിതാവായി കർത്താവായി ഉയർത്തി കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഭ തന്നെയാണ്. But many of them grew up also establishing an identification of the culture they brought with them, a German culture, with the gospel itself. എന്നാൽ ഈ സഭകളിലെ അംഗങ്ങൾ മിക്കവാറും എല്ലാവരും അവര് ജനിച്ചു വളർന്ന സംസ്കാരത്തിന്റെ, അതായത് ജർമ്മൻ സംസ്കാരത്തിന്റെ ഭാഗമായി നിൽക്കുവാനും അതുമായി താതാത്മ്യപ്പെടുവാനും ആണ് ശ്രമിച്ചിട്ടുള്ളത്. And therefore they have had difficulties of transmitting the gospel in a culture different from the one they had brought with them. അതുകൊണ്ട് തന്നെ അവര് വന്നെത്തിയ ഈ ദേശത്ത് അർത്ഥവത്തായി സുവിശേഷം സംവേദനം ചെയ്യുന്നതിന് അവർക്ക് സാധ്യമായിട്ടില്ല. And so not rarely those churches became introspective. പലപ്പോഴും ഇങ്ങനെയുള്ള സഭകൾ ഒരു ആത്മശോധനയ്ക്ക് തയ്യാറാകുന്നതും കാണുന്നില്ല. They would show a certain disregard to what was going outside its walls. ചുറ്റുപാടിലുള്ള യാഥാർത്ഥ്യങ്ങളോട്, പുറമേയുള്ള സംസ്കാരങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഭാവമാണ് അവർ പലപ്പോഴും കാണിക്കുന്നത്. In this case, only recently, but fortunately, the centrality of mission in the life of the church became a part of their understanding. എന്നാൽ ഭാഗ്യവശാൽ ഈ അടുത്ത കാലത്ത് സുവിശേഷ ദൗത്യം എന്നുള്ളത് സഭയുടെ ഏറ്റവും കേന്ദ്രത്തിലുള്ള ഒരു സന്ദേശമാണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. So it is always good if we look back again and again to what the Bible says about mission. അതുകൊണ്ട് തന്നെ ദൗത്യത്തെക്കുറിച്ച് തിരുവചനം പറയുന്നത് എന്ത് എന്ന് ആവർത്തിച്ച് അന്വേഷിക്കുന്നത് എപ്പോഴും ഉചിതമായിട്ടുള്ള സംഗതി തന്നെയാണ്. And the text we are dealing with, Acts 1, is important to understand what mission is about. നാം വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലെ ഈ വേദഭാഗം ദൗത്യം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വളരെയധികം സഹായകമായിട്ടുള്ള ഒരു വേദഭാഗം തന്നെയാണ്. What mission? What power? എന്ത് ദൗത്യം, എന്ത് ശക്തി? You will be my witnesses. നിങ്ങൾ എന്റെ സാക്ഷികളാകും. And the word continues saying, you will receive power. ഈ വാക്യത്തിൽ തന്നെ നാം കാണുന്നു, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. Who would not like to have power? അധികാരം, ശക്തി ലഭിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളത്? And there could be again a temptation. Who would not wish to be above others? മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കാത്തവരാരുമില്ല. അത് നമ്മുടെ എല്ലാം ഒരു പ്രലോഭനം തന്നെയാണ്. But what power was Jesus referring to? എന്നാൽ ഇവിടെ കർത്താവ് ശക്തി ലഭിക്കും എന്ന് പറയുമ്പോൾ എന്തുതരം ശക്തിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്?
He was referring to the simple, humble power of sharing a witness. ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് വളരെ ലളിതമായ വിനീതമായ പങ്കുവയ്ക്കലിന്റെ സാക്ഷി നിർവഹണത്തിന്റെ ഒരു ശക്തിയെക്കുറിച്ചാണ്. Of transmitting a word of hope. ഒരു പ്രത്യാശയുടെ വചനം ലോകത്തിന് സംവേദനം ചെയ്യുന്നതിന്റെ ശക്തി. Encouragement. പ്രോത്സാഹനം നൽകുന്നതിന്റെ ശക്തി. Faith. വിശ്വാസം പകർന്നു കൊടുക്കുന്നതിന്റെ ശക്തി. A challenge to love. സ്നേഹത്തിനായി വെല്ലുവിളിക്കുന്നതിനുള്ള ശക്തി. And another passage the apostles say, we can't refrain from telling people about the things we saw and heard. മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നത്, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നതിനെ കുറിച്ച് പറയാതിരിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ്. This is then the experience of the disciples when they follow Jesus. യേശു കർത്താവിനെ അനുഗമിക്കുമ്പോൾ അവർക്കുണ്ടായ അനുഭവമാണ് അവർ ഈ പറയുന്നത്. Their hearts are so much filled by what they had seen, heard and experienced that they say, അവര് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാൽ അവരുടെ ഹൃദയങ്ങൾ നിറയപ്പെട്ടിരുന്നു. We can't refrain from telling people about the things we saw and heard. ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് പറയാതിരിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നവര് തറപ്പിച്ച് പറയുകയാണ്. It's not the power of weapons. ഇത് ആയുധബലത്തിന്റെ ശക്തിയല്ല. It's ultimately the power of the cross. പകരം ഇത് കുരിശിന്റെ ശക്തിയാണ്. When the disciples got frustrated, but there was God's action to save the world. ശിഷ്യന്മാര് നിരാശരായിരുന്നു, എന്നാൽ അവരെ വീണ്ടെടുക്കുന്നതിനായി ദൈവശക്തി വെളിപ്പെടുന്നു. The apostle Saint Paul would say in another passage, when I'm weak, I am strong. പൗലോസ് അപ്പോസ്തലൻ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു എന്നാണ്. So God's logic is different from the logic which is prevailing in the world in general. ദൈവത്തിന്റെ ചിന്താഗതി ലോകത്ത് നിലനിൽക്കുന്ന ചിന്താഗതിക്ക് വിപരീതമായിട്ടുള്ള ഒന്നാണ്. Let us be attentive to one more detail. The witness does not decide for others. He or she informs. മറ്റൊരു കാര്യം കൂടെ സാക്ഷ്യത്തെക്കുറിച്ച് ഓർപ്പിക്കുവാനുള്ളത്, സാക്ഷ്യം പറയുന്നയാൾ തീരുമാനമെടുക്കുന്നില്ല, ആ തീരുമാനം കേൾക്കുന്നവർക്ക് വിട്ടുകൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. And then let the listeners decide. കേൾവിക്കാരാണ് താങ്കൾ കേട്ടതിനെ കുറിച്ച് എന്ത് തീരുമാനിക്കണം എന്ന് നിശ്ചയിക്കുന്നത്. It is just as simple as this. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം. We talk about Jesus of salvation and let the others decide. നമ്മൾ കർത്താവിനെ കുറിച്ച് അവന്റെ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് അറിയിക്കുന്നു. അതിൽ എന്ത് നടപടി കൈക്കൊള്ളണമെന്ന് അവർ തീരുമാനിക്കുന്നു. We don't need and we can't push faith into someone's life. മറ്റൊരാളുടെ മേൽ ഈ വിശ്വാസം അടിച്ചേൽപ്പിക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. We simply share our witness. നമ്മുടെ സാക്ഷ്യം നമ്മൾ അവരുമായി പങ്കുവെക്കുന്നത് മാത്രമേ ഉള്ളൂ. And we can let people decide, because it is not our power that we trust on, but we trust on the power of the Spirit. തീർച്ചയായും നമ്മുടെ കേൾവിക്കാരെ തീരുമാനമെടുക്കുവാനായി അവരെ അനുവദിക്കണം. കാരണം നാം ആശ്രയിക്കുന്നത് നമ്മുടെ ശക്തിയിലല്ല, രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തിയിലാണ്. The source of true power is God. യഥാർത്ഥമായ ശക്തിയുടെ ഉറവ നമ്മുടെ ദൈവം തന്നെയാണ്. It is the Holy Spirit that gives faith. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ശക്തി പകർന്നു തരുന്നത്. We are only His witnesses. ഈ ദൈവത്തിന്റെ സാക്ഷികൾ മാത്രമാണ് നാം. But that's not little, that's very much. It's a privilege. എന്നാൽ അത് തീരെ കുറച്ചു കാണേണ്ട ആവശ്യമില്ല. ഇതൊരു വലിയ പദവിയാണ്, ഇതൊരു വലിയ കാര്യം തന്നെയാണ്. We are witnesses because we trust that the Spirit has the power to change minds and lives. നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് സാക്ഷ്യം വഹിക്കുന്നു. നമ്മുടെ മനസ്സിൽ അപ്പോഴുള്ള വിശ്വാസം എന്ന് പറയുന്നത് വചനം കേൾക്കുന്നവരെ ദൈവത്തിന്റെ ആത്മാവ് രൂപാന്തരപ്പെടുത്തുമെന്നുള്ളതാണ്. The Spirit gives faith. ആത്മാവ് വിശ്വാസത്തെ നൽകുന്നു. It brings a new understanding of life. ജീവിതത്തെക്കുറിച്ചുള്ള പുത്തൻ കാഴ്ചപ്പാടുകൾ നൽകുന്നു.
a profound meaning to it. ജീവിതത്തിന് പുതിയ ആഴമായ അർത്ഥം നൽകുന്നു. And it brings new attitudes. പുതിയ മനോഭാവങ്ങളും നമ്മിൽ വളർത്തുന്നു. Through the power of the Spirit, we proclaim also reconciliation among peoples. ഈ ആത്മാവിന്റെ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം ജനങ്ങളുടെ ഇടയിൽ അനുരഞ്ജനത്തിന്റെ ദൂത് പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. We simply cannot refrain from talking about the things we saw and heard. നാം കണ്ടും കേട്ടതുമായ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. And you will be my witnesses. നിങ്ങൾ എന്റെ സാക്ഷികളാവും. The text also says, again, we shall receive power, the power of the Holy Spirit. ആ വേദഭാഗം തുടർന്ന് പറയുന്നു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കും എന്ന്. But ultimately, mission is not a program. ആത്യന്തികമായി ദൗത്യം എന്ന് പറയുന്നത് കേവലം ഒരു പരിപാടിയല്ല. It is a sharing of witnesses. ഇത് നമ്മുടെ സാക്ഷ്യത്തിന്റെ പങ്കുവയ്ക്കലാണ്. It is the simple act of talking about what we saw and heard. ഇത് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ഒരു പ്രക്രിയയാണ്. And of what we experienced, the love of God to us. ദൈവത്തിന്റെ സ്നേഹം നാം അനുഭവിച്ചത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന ഒരു പ്രവൃത്തി. To give reason to the hope that exists in us. നമ്മളിൽ നാം വെച്ചു പുലർത്തുന്ന പ്രത്യാശയുടെ ഉറവ എന്ത് എന്ന് മറ്റുള്ളവരോട് നാം പങ്കുവെക്കുന്നു. To confess our faith. നമ്മുടെ വിശ്വാസം എന്തുകൊണ്ട് നാം ഇങ്ങനെ വിശ്വസിക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറയുന്ന ഒരു സന്ദർഭം. What does a witness do? എന്താണ് ഒരു സാക്ഷി ചെയ്യുന്നത്? He or she points to a reality that exists outside himself or herself. ഒരു സാക്ഷി ഓരോ തവണയും സാക്ഷ്യം നിർവഹിക്കുമ്പോൾ തനിക്ക് പുറമെയുള്ള ദൈവത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. It is wrong when at the first place preachers show to their own life. സാക്ഷ്യം നിർവഹിക്കുമ്പോൾ നമ്മെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാണുന്നത് ഒട്ടും അനുയോജ്യമായ ഒന്നല്ല. Because the witness points to something outside, namely to Jesus himself. ഒരു സാക്ഷി എല്ലായ്പ്പോഴും തനിക്ക് അപ്പുറമായിട്ടുള്ള യേശു കർത്താവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. The witness does not put forward his or her own existence or actions. തങ്ങളുടെ തന്നെ ജീവനെയോ പ്രവർത്തനങ്ങളെയോ മറ്റുള്ളവരുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നതല്ല സാക്ഷ്യം. But points to Jesus Christ, the author and constitutor of faith. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതാണ്. The witness remembers not own actions but Jesus' actions and evokes Jesus' words. ഒരു സാക്ഷി എല്ലായ്പ്പോഴും തന്റെ വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ കർത്താവിന്റെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും മറ്റുള്ളവർക്ക് അനുസ്മരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. Let us remember from the beginning, the first disciples were waiting for something else. ആദ്യം മുതൽ തന്നെ നമ്മൾ കണ്ടത് ആദിമ ശിഷ്യന്മാര് എന്തിനോ വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. They told to the resurrected Christ before his ascension, "Is it now that you will restore the kingdom to the people of Israel?" സ്വർഗാരോഹണം ചെയ്യുന്ന ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനോട് ആദിമ ശിഷ്യന്മാർ ചോദിക്കുന്നത്, ഈ കാലത്തിലാണോ നീ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നത്? And as we saw, Jesus' answer is, "You will be my witnesses." എന്നാൽ കർത്താവ് അതിന് ഉത്തരം കൊടുക്കുന്നത്, നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. Jesus ascends to heaven. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു പോകും. And leaves that message and that promise, "You are going to be my witnesses." തന്റെ ഈ വാഗ്ദാനം, ഈ വചനം നമ്മളിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന്. That's all you need to do to witness to what you saw and heard. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒന്നു മാത്രം, നിങ്ങൾ കണ്ടതിനും കേട്ടതിനും സാക്ഷിയായിരിക്കുക, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. Naturally, you are also called to live according to God's will. തീർച്ചയായും സ്വാഭാവികമായും ഇങ്ങനെ സാക്ഷി വഹിക്കുന്നയാൾ വിശ്വസിക്കുന്നതിന് അനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കേണ്ടതായിട്ടുമുണ്ട്. So you will also serve your neighbor in their needs. അതുകൊണ്ട് നിങ്ങളുടെ അയൽപക്കത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നിങ്ങൾ സഹായിക്കും.
Where? എവിടെയാണ് ഈ സാക്ഷ്യം സംഭവിക്കുന്നത്? In Jerusalem and all over Judea and Samaria. യെരുശലേമിൽ, യഹൂദയിൽ, സമരിയയിൽ എല്ലായിടത്തും. But also in São Leopoldo, Brazil, where I come from. എന്ന് മാത്രമല്ല, ഞാൻ വരുന്ന എന്റെ പട്ടണത്തിൽ, ബ്രസീലിലെ എന്റെ പട്ടണത്തിൽ. And here in Maramon, India, where you now are. ഇവിടെ മാരാമണിൽ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്ന ഈ സ്ഥലത്ത്. And in all places you come from. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ വരുന്ന ഓരോ സ്ഥലത്തും ഈ സാക്ഷ്യം നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. You will be my witnesses in Maramon. നിങ്ങൾ മാരാമണിൽ എന്റെ സാക്ഷികളാകും. In all of Pathanamthitta. പത്തനംതിട്ടയിൽ എല്ലായിടത്തും എന്റെ സാക്ഷികളാകും. And Kerala. കേരളത്തിൽ എന്റെ സാക്ഷികളാകും. In India. ഇന്ത്യയിൽ എന്റെ സാക്ഷികളാകും. And in the whole world. ലോകമെമ്പാടും, ലോകം മുഴുവനും നിങ്ങൾ എന്റെ സാക്ഷികളാകും. Like the founder of the Methodist Church, John Wesley, once said, മെത്തഡിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിരുന്ന ജോൺ വെസ്ലി ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, the world is our parish. ഈ ലോകം എന്റെ ഇടവകയാണ്. Of course, our vision of the world starts from our own home. തീർച്ചയായും ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം ആരംഭമെടുക്കുന്നത് നമ്മുടെ ഭവന അന്തരീക്ഷത്തിൽ നിന്നാണ്, കുടുംബങ്ങളിൽ നിന്നാണ്. Our witness starts right there. നമ്മുടെ സാക്ഷ്യം ആരംഭിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിലാണ്. With our own family. നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലാണ്. With our neighbors. നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ അയൽക്കാരോട് ഒപ്പമാണ്. But it's never limited to your own home. എന്നാൽ ഒരിക്കലും ഈ സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭവനത്തിന്റെ അതിരുകൾക്കുള്ളിൽ തളച്ചിടപ്പെടുന്നില്ല. It is extended, as I said, to our neighbors. ഇത് നമ്മുടെ അയൽപ്പക്കത്തേക്ക് പരക്കുന്നു. Our community. നമ്മുടെ സമൂഹത്തിലേക്ക് പരക്കുന്നു. And reaches out to the whole world. അങ്ങനെ ലോകം മുഴുവനും അത് പരന്ന് വ്യാപിക്കുന്നു. In solidarity with and witness to the entire humanity. മനുഷ്യവർഗത്തോട് മുഴുവനായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വളർച്ച. A faithful church is a missionary church. വിശ്വസ്തയായ ഒരു സഭ എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ദൗത്യത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു സഭയാണ്. Mission should be at the heart of the church. സഭയുടെ ഹൃദയത്തിൽ ഈ ദൗത്യത്തിന്റെ താല്പര്യം ഉണ്ടായിരിക്കണം. We are members of this body, the church. നാം ഈ സഭയുടെ സഭാഗാത്രത്തിന്റെ ഭാഗങ്ങളാണ്. We are people with hearts. നമുക്ക് ഹൃദയങ്ങളുള്ള മനുഷ്യരാണ്. And mission can become our passion. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൗത്യം നമ്മുടെ ഒരു അഭിനിവേശമായിരിക്കണം, ആവേശമായിരിക്കണം. You will receive power when the Holy Spirit comes upon you. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് And you will be my witnesses. നിങ്ങൾ എന്റെ സാക്ഷികളാകും. Amen.